അവന്റെ ഒക്കെ അമ്മയെ കെട്ടിക്കാനുള്ള ഭ്രാന്ത് സഹിക്കേണ്ടത് ഞങ്ങളും. ഈ സൂക്കേടിന് പറ്റിയ ഒരു ഒറ്റ മരുന്നേ ഉള്ളൂ, ആടിച്ചിവന്റെ ഒക്കെ കാഴ്വറണോമാരെ. ഇനി ഒരു അച്ഛനും വേണ്ടിയ ചവിട്ടി പണ്ടം പൊട്ടിക്ക് ഞാൻ. അവനൊരു അടികാരൻ. സിനിമയിലല്ല നീ ജീവിതത്തിൽ അടിക്കൊണ്ടിട്ടുണ്ടാ നത്തോലി. നാടകം കളിക്കുന്നവൻ എന്താടാ കുഴപ്പം? 2.5 മണിക്കൂർ തട്ടേക്കരുന്ന് ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റണോ നിനക്കൊക്കെ? കണ്ടിടുന്നയൊക്കെ നിന്നെയൊക്കെ ഒടേതമ്പുരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരായിട്ടൊക്കെ ഇറക്കിയതല്ലേ? സിനിമാക്കാർക്ക് എന്താണ് 2 കൂടുതലുണ്ടോ? അതോ നിന്റെയൊക്കെ മറ്റടുത്തുനിന്നാണോ മൂലമറ്റത്തേക്ക് കറണ്ട് കൊടുക്കുന്നത്? ആനയുടെ അത്രയും ബുദ്ധി ഉണ്ടെങ്കിലേ അവൻ അഭിനയിപ്പിക്കൂ. എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ. ചാൻസ് തെണ്ടിയും തെറികെട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളത്. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത്? തിന്ന് എല്ലിന്റെ കയറിയപ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോടൊരു പോയി ഞാൻ ഈ ഊത്തവരിലേക്ക് ഞാൻ എന്റെ പൂഞ്ഞാണി വന്ന് ചെയ്തത്. ഇനി പറയണ സർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോ പേടിച്ചില്ലേ? ഇല്ലേ? ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് ആയിത്തീരാതിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല സാർ. അടുത്ത സിനിമയിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ.